ഹായ് ഹലോ വെൽക്കം ടു അറിവുള്ള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നതിന്റെ ഫൈനൽ പാർട്ടാണ് വീഡിയോ പാർട്ട് 7. ഇതിന്റെ മുന്നത്തെ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശിശു വികാസത്തിന്റെ പ്രത്യേകതകൾ, അതുപോലെ വൈകാരിക ബുദ്ധി, വൈകാരിക വികാസം, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. സോ നമ്മൾ ലേറ്റ് ആക്കുന്നില്ല, നേരെ നമ്മളെ ക്ലാസ്സിലേക്ക് എടുക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് എടുക്കാം. സോ ശിശു വികാരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ശിശു വികാരങ്ങൾ എന്താണ്? കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നിസാരമായ കാര്യങ്ങൾക്ക് പോലും വികാരം തീവ്രമായിട്ട് പ്രകടിപ്പിക്കും. കാരണം എന്താവില്ല, വികാരം നിയന്ത്രിക്കാനുള്ള കഴിവ് അവർ ആർജിച്ചിട്ടില്ല. പിന്നെന്താണ്, വികാരം ചലനാത്മകമാണ്. ശിശു വികാരങ്ങൾ ചലനാത്മകമാണ്. വികാരം മാറി മാറി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് നമ്മളൊരു കളിപ്പാടം കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ സ്വിച്ച് ഇട്ട പോലെ എന്ത് ചെയ്യും, ആ കരച്ചിൽ അങ്ങോട്ട് നിൽക്കും. അതുപോലെ തന്നെ കുട്ടികൾ വികാരത്തെ പ്രകടിപ്പിക്കും. നമ്മളെ മുതിർന്ന ആൾക്കാരെ പോലെ എന്ത് ചെയ്യില്ല, ഹൈഡ് ചെയ്ത് അങ്ങനെ വെക്കൂല. അതുപോലെ എന്താണ്, വളരെ ടെമ്പററി ആയിട്ട് മാത്രമേ ശിശു വികാരങ്ങൾ ഉണ്ടാവാറുള്ളൂ. ശിശു വികാര പ്രകടനം ആവർത്തിക്കുന്നു. ചിലപ്പോൾ ഒരു ദിവസം മൊത്തം കണ്ടുകൊണ്ടിരിക്കും. കൂടാതെ വികാര പ്രകടനങ്ങൾ വ്യത്യസ്തമായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ശിശു വികാരങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്ന ഈ ചെറിയ ടോപ്പിക്കിൽ വരുന്നത്. ശേഷം വരുന്നതാണ് വൈകാരിക ബുദ്ധി, വൈകാരിക വികാസം. ഇതിൽ വൈകാരിക വികാസത്തിൽ കാതറിൻ ബ്രിഡ്ജസ് പറഞ്ഞിട്ടുള്ള പ്രധാന കണ്ടെത്തലുകൾ, കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വികാസത്തിന്റെ ആദ്യഘട്ടത്തിൽ എല്ലാ വൈകാരിക പ്രതികരണങ്ങളും എന്താവും, പൊതുവായ രീതിയിലായിരിക്കും. ഒരു 2 to 3 ഇയേഴ്സിലൊക്കെ എന്താണ്, ഭയങ്കരമായിട്ട് നമ്മളെ ഇമോഷൻസ് ഒക്കെ എക്സ്ട്രീം ലെവലായിരിക്കും. ദേഷ്യമൊക്കെ അത്യാവശ്യം കൂടുതലായിരിക്കുന്ന ഒരു ടൈമാണ്. പുതിയ ആളുകളോട് സിമ്പതിയും സൗഹൃദവും ഒക്കെ ഉണ്ടാവും. പുതിയ ആൾക്കാരെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും ആ ടൈമിൽ. വളരുന്നതിനനുസരിച്ച് ദയയും അനുതാപവും ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ വളരുന്നതിനനുസരിച്ച് നമുക്ക് ദയ, കുറ്റബോധം, അങ്ങനെ സാധനങ്ങളൊക്കെ വളർന്നു വരും. അതുപോലെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ മറ്റുള്ളവരുടെ പ്രയാസത്തിൽ ദയ കാണിക്കുന്നു. ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് കാണുക എല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു ടൈമാണത്. പിന്നെയാണ് ആത്മസ്ഥാപനം, സെൽഫ് അസർട്ടീവ്നെസ് എന്ന് പറയും. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല, അത് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കില്ല. കാതറിൻ ബ്രിഡ്ജസിന്റെ വീക്ഷണത്തിലുള്ള വൈകാരിക വികാസം, ഇതിന്റെ ഒരു ചാർട്ടാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നിരുന്നാലും ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞുതരാം വേഗം. ജനനം, പൊതുവായ ഉത്തേജനം, ഇതിലാണ് തുടക്കം വരുന്നത്. 3 മാസത്തിലേക്ക് കിടക്കുന്ന ടൈമിൽ സന്തോഷം, അതുപോലെ 6 മാസത്തിലേക്ക് കിടക്കുന്ന ടൈമിൽ കോപം, വെറുപ്പ് എന്നീ വികാരങ്ങളും വരും. അതുപോലെ ഏകദേശം 1/2 വയസ്സാവുന്ന ടൈമിൽ ഉല്ലാസം, സ്നേഹം. പിന്നീട് ഒരു 1.5 വയസ്സിലേക്ക് കിടക്കുന്ന ടൈമിലാണ് അസൂയ, മുതിർന്നവരോടുള്ള സ്നേഹം തുടങ്ങിയ വികാരങ്ങളൊക്കെ വരുന്നത്. പിന്നീട് ഏകദേശം കുട്ടിക്ക് 2 വയസ്സാവുന്ന ടൈമിലാണ് ഈ അഭിമാനം, ലജ്ജ, കുറ്റബോധം തുടങ്ങിയ വികാരങ്ങളും വരുന്നത്. സോ ഇത്രയാണ് ആ കാതറിൻ ബ്രിഡ്ജസിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന ചാർട്ടിലുള്ളത്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതാണ് ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു പോയത് കേട്ടോ. ശേഷം വരുന്നതാണ് വൈകാരിക ബുദ്ധി. ഡാനിയൽ ഗോൾമാൻ ആണ് വൈകാരിക ബുദ്ധി എന്ന ആശയം ജനപ്രിയമാക്കിയിട്ടുള്ളത്. ജീവിത വിജയത്തിന് ബുദ്ധിമാപനം, ഐക്യു മാത്രം പോരെന്നും വൈകാരിക ബുദ്ധിയും അത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും ഡാനിയൽ ഗോൾമാൻ അഭിപ്രായപ്പെട്ടു. വ്യക്തി സ്വന്തം വൈകാരിക അവസ്ഥ മനസ്സിലാക്കുകയും ഒപ്പം മറ്റുള്ളവരുടെ വൈകാരികതയും മനസ്സിലാക്കുന്ന അവസ്ഥയാണ് വൈകാരിക ബുദ്ധി. എന്ന് വെച്ചാൽ സ്വയം തിരിച്ചറിയുക, സ്വയം മനസ്സിലാക്കുക, മറ്റു കുട്ടികളെ മനസ്സിലാക്കുക, അതുപോലെ നമ്മളെ സ്വന്തം കഴിവുകേടുകൾ എന്താന്നൊക്കെ മനസ്സിലാക്കുക, അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഇതിനൊക്കെ പാടൊരു ആകെത്തുക എന്ന് പറയുന്നതാണ് വൈകാരിക ബുദ്ധി എന്ന് അർത്ഥമാക്കുന്നത്. സാമൂഹികവും വൈകാരികവുമായ കുറച്ച് അടിസ്ഥാനപരമായ കുറച്ച് ശേഷികളുണ്ട്, അതാണ് വൈകാരിക ബുദ്ധിയെ നിർണ്ണയിക്കുന്നതെന്ന് ഗോൾമാൻ അഭിപ്രായപ്പെട്ടു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് സെൽഫ് അവയർനെസ്, ആത്മബോധം. സ്വന്തം വികാരങ്ങളെയും വികാരങ്ങളുടെ അനന്തരഫലത്തെയും തിരിച്ചറിയാനുള്ള കഴിവ്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം എനിക്കൊരു ദേഷ്യം വരികയാണ്, അപ്പം എന്ന കാര്യം ചെയ്താൽ എനിക്ക് ഇന്നതൊക്കെ ആയിരിക്കും അതിൻ്റെ കോൺസിക്വൻസസ് വരിക എന്നൊക്കെയുള്ള ഒരു ബോധം. ഏതൊരു കാര്യം ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു തിരിച്ചറിയാനുള്ള ബോധം, എന്താണ് അതിൻ്റെ അനന്തരഫലം എന്നുള്ളത്. ഒരു വ്യക്തിക്ക് അവൻ്റെ ശക്തിബോധത്തെയും ദൗർബല്യത്തെയും കുറിച്ച് അറിയാനുള്ള ശേഷി. ഇത്തരം കഴിവുകൾക്ക് തങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനാകും. ഏത് പ്രശ്നത്തെയും നേരിടാനുള്ള ആത്മവിശ്വാസവും ഉണ്ടാകും. സെൽഫ് അവയർനെസ്, ആത്മബോധമുള്ള ഒരു വ്യക്തിക്ക്. രണ്ടാമതായിട്ട് വരുന്നതാണ് സെൽഫ് റെഗുലേഷൻ, ആത്മനിയന്ത്രണം, സ്വയം കൺട്രോൾ ചെയ്യുന്നത്. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്. കോപം, ഉത്കണ്ഠ, മനോവൈകല്യം, പരാജയം എന്നിവ സ്വയം സ്വാതന്ത്ര്യപ്പെടുത്താനാകും. എന്ന് വെച്ചാൽ നമ്മളെ കൺട്രോൾ തന്നെ ഒക്കെ കിട്ടും. മനക്കരുത്തുള്ളവരായിരിക്കും ഇക്കൂട്ടർ എന്താണ്, അത്യാവശ്യം മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ അത്യാവശ്യം മെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. മൂന്നാമതായിട്ട് വരുന്നതാണ് സെൽഫ് മോട്ടിവേഷൻ, പരാജയം ഉണ്ടാകുമ്പോൾ പതറാതെ ലക്ഷ്യബോധത്തോടെ മുന്നേറാനുള്ള കഴിവ്. സമൂഹത്തിന്റെയും സ്ഥാപനത്തിന്റെയും ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സന്നദ്ധത ലഭിക്കുന്നു. ഇത്തരക്കാർക്ക് എന്താണ്, ക്രിയേറ്റിവിറ്റി നന്നായിട്ട് കൂടുതലായിരിക്കും. അവർ ആ രീതിയിലായിരിക്കും ചിന്തിക്കുന്നതും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും. അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനുള്ള താല്പര്യം, ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും തന്റെ പ്രകടനം മെച്ചപ്പെടുത്താനും ശ്രമിക്കും. ഈ സെൽഫ് മോട്ടിവേഷനുള്ള ആൾക്കാരുടെ ക്വാളിറ്റികളാണ് ഇതിൽ പറയുന്നത്. ശേഷം വരുന്നതാണ് എമ്പതി, അനുതാപം എന്ന് പറയും.
മറ്റുള്ളവരോട് അനുതാപപൂർവ്വം പെരുമാറാനുള്ള താല്പര്യം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള താല്പര്യം, മറ്റുള്ളവരുടെ വികാരത്തെയും കാഴ്ചപ്പാടിനെയും പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനും കഴിവ് വികസിപ്പിക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ഒതുക്കി കൊടുക്കുന്നതിനുമുള്ള സന്നദ്ധത. അവസാനമായിട്ട് വരുന്നതാണ് സോഷ്യൽ സ്കില്ല്, സാമൂഹിക നൈപുണ്യം എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതാണ് ആൾക്കാരായിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യാനും, അതുപോലെ നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കാനും, അതുപോലെ പൊതു ലക്ഷ്യങ്ങൾക്കായിട്ട് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പ്രവർത്തിക്കാനും, പിന്നെ ആ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കാനൊക്കെ ഉള്ള ഒരു സ്കില്ലിനാണ് സോഷ്യൽ സ്കില്ല്, സാമൂഹിക നൈപുണ്യം എന്ന് പറയുന്നത്. സോ സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, സെൽഫ് മോട്ടിവേഷൻ, എമ്പതി, സോഷ്യൽ സ്കിൽ, ഈ 5 ഘടകങ്ങളും ചേർന്നാൽ ഒരാൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് പറയാം എന്നാണ് ഡാനിയൽ ഗോൾമാൻ അഭിപ്രായപ്പെട്ടത്. സോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സീരീസിലെ അവസാന ഭാഗമാണ് ഇത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് വരുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.